നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോട്ടോസിന്തസിസിൻ്റെ ഒന്നാം ഘട്ടമായ ലൈറ്റ് റിയാക്ഷൻ തുടങ്ങി വെച്ചു അല്ലേ. ലൈറ്റ് റിയാക്ഷനിലെ LHCയെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെട്ടത്. രണ്ട് തരത്തിലുള്ള ഫോട്ടോസിസ്റ്റം ഇൻവോൾവ് ചെയ്യുന്നു എന്ന് പഠിച്ചു. അതിനെ നമ്മൾ ഫോട്ടോസിസ്റ്റം 1 എന്നും ഫോട്ടോസിസ്റ്റം 2 എന്നും വിളിച്ചു അല്ലേ. ഇനി എങ്ങനെയാണ് ലൈറ്റ് റിയാക്ഷൻ വഴി ATP ആൻഡ് NADPH ഉണ്ടാകുന്നത്, ലൈറ്റ് അബ്സോർപ്ഷൻ എങ്ങനെയൊക്കെയാണ് എന്നാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഈ ഡയഗ്രം നിങ്ങളൊന്ന് നോക്കൂ. ഇവിടെ രണ്ട് ഫോട്ടോസിസ്റ്റവും ഫങ്ഷണലാണ്. ഫോട്ടോസിസ്റ്റം 2ഉം ഫോട്ടോസിസ്റ്റം 1ഉം. നോക്കൂ, രണ്ട് ഫോട്ടോസിസ്റ്റത്തിൻ്റെയും റിയാക്ഷൻ സെൻറ്ററിലോട്ട് ഞാൻ ഫോട്ടോസിസ്റ്റം 2വിൻ്റെ റിയാക്ഷൻ സെൻറ്ററിനെ P680 എന്ന് റെഡ് കളർ ഇട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. റിയാക്ഷൻ സെൻറ്റർ ഓഫ് ഫോട്ടോസിസ്റ്റം 2. ലൈറ്റ് വന്ന് വീഴുമ്പോൾ പിഗ്മെൻറ്റ് മോളിക്യൂൾസ് ലൈറ്റ് അബ്സോർബ് ചെയ്ത് they are transferred to the reaction center in photosystem 2, that is P680. P680ക്ക് എനർജി കിട്ടുമ്പോൾ അവ എന്ത് ചെയ്യും? they get excited and emit electron. ആ എമിറ്റഡ് ഇലക്ട്രോണിനെ ആരക്സെപ്റ്റ് ചെയ്യുന്നു? യെസ്, an electron acceptor അല്ലേ. ഈ ഇലക്ട്രോൺ അക്സെപ്റ്ററിൽ നിന്നും ഇലക്ട്രോൺ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ദ ഇലക്ട്രോൺ പാസ് ഓൺ ടു ദി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഒരു റെക്റ്റാങ്കിൾ വരച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ. ദ ഇലക്ട്രോൺ പാസ് ഓൺ ടു ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം കണ്ടെയ്നിങ് സൈറ്റോക്രോം. ഫ്രം ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം the electron finally pass to the reaction center of photosystem 1. മനസ്സിലായോ? അപ്പം ഫോട്ടോസിസ്റ്റം 2വിലെ P680യിൽ നിന്നും എമിറ്റ് ചെയ്ത ഇലക്ട്രോൺ അക്സെപ്റ്റർ കഴിഞ്ഞ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റവും പാസ് ചെയ്ത് ഇപ്പോൾ എവിടെ വന്ന് നിൽക്കുകയാണ്? ഫോട്ടോസിസ്റ്റം 1ൻ്റെ റിയാക്ഷൻ സെൻറ്ററായ P700 എത്തിപ്പെട്ടു. ഡ്യൂറിങ് ദിസ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ 1 molecule ഓഫ് ATP is produced. നോക്കൂ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ അവിടെ ആരോ ഇട്ട് കാണിച്ചിട്ടുണ്ടല്ലേ. ADPയുടെ കൂടെ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ചേർത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? അവിടെ ATP പ്രൊഡ്യൂസ് ചെയ്തു. ATP പ്രൊഡക്ഷൻ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? ഫോസ്ഫോറിലേഷൻ അല്ലേ. അഡിഷൻ ഓഫ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് വിത്ത് ADP ടു ഫോം ATP ഈസ് കോൾഡ് ഫോസ്ഫോറിലേഷൻ. അപ്പോൾ ഇവിടെ ഫോസ്ഫോറിലേഷൻ നടന്നു. 1 molecule ATP ഉണ്ടായി. ലൈറ്റിൻ്റെ പ്രസൻസിൽ ഉണ്ടായതുകൊണ്ട് ഈ ഫോസ്ഫോറിലേഷനെ നമുക്ക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് വിളിക്കാം. There occurs photophosphorylation. The movement of electron is downhill. എന്താണ് downhill movement എന്ന് പറയുന്നത്? by losing energy. എനർജി ലൂസ് ചെയ്ത് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് the movement of electron is downhill. Finally, the electron reaches to the reaction center, that is P700 of photosystem 1. ഇനി നോക്കൂ, ഫോട്ടോസിസ്റ്റം 1ലും ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഫോട്ടോസിസ്റ്റം 1ൻ്റെ LHC ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു. They are concentrated to the reaction center of photosystem 1. ഏതാണ് ഫോട്ടോസിസ്റ്റം 1ൻ്റെ റിയാക്ഷൻ സെൻറ്റർ? P700 അല്ലേ. P700ൽ എനർജി കിട്ടുമ്പോൾ they get excited and emit electron. Excited ആകും, then they emit electron. ആ ഇലക്ട്രോണിനെ ആര് അക്സെപ്റ്റ് ചെയ്യുന്നു? അവിടെ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റർ അക്സെപ്റ്റ് ചെയ്യുന്നു. From the electron acceptor, the electron pass on to NADP+. ഇലക്ട്രോൺ ഇപ്പോൾ എവിടെ വന്ന് നിൽക്കുകയാണ്? NADP+ൽ ഇലക്ട്രോൺ വന്ന് നിൽക്കുകയാണ്. എലോങ് വിത്ത് ഇലക്ട്രോൺ. അപ്പോൾ NADP+ന് ഒരു ഇലക്ട്രോൺ കിട്ടി. സ്ട്രോമയിൽ നിന്ന്
H പ്ലസും കൂടി എടുത്ത് NADP plus is converted into or reduced to NADPH. ഈ റിയാക്ഷൻ നടത്തുന്നത് conversion of NADP to NADPH, that is reduction. Reduction of NADP into NADPH is by the enzyme NADP reductase. നോക്കൂ, P700-ൽ നിന്നും പോയ ഇലക്ട്രോൺ NADPയിലെത്തി. NADP H+ ഉപയോഗിച്ച് NADP റിഡക്റ്റേഴ്സ് എന്ന എൻസൈമിൻ്റെ സഹായത്താൽ റെഡ്യൂസ് ചെയ്ത് NADPH പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ എവിടെ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉണ്ട്? ഫോട്ടോസിസ്റ്റം 2-ലെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉണ്ട് അല്ലേ? അതേസമയം ഫോട്ടോസിസ്റ്റം 1-ൽ നിന്ന് എമിറ്റ് ചെയ്തു പോയ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഇപ്പോൾ ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അവിടെ നിന്ന് നഷ്ടപ്പെട്ട ഇലക്ട്രോൺ ഫോട്ടോസിസ്റ്റം 2-ൽ നിന്നും സപ്ലൈ ചെയ്ത് കോമ്പൻസേറ്റ് ചെയ്തു. ഫോട്ടോസിസ്റ്റം 2-ൽ നിന്നും പോയ ഇലക്ട്രോൺ ഫോട്ടോസിസ്റ്റം 1-ൻ്റെ റിയാക്ഷൻ സെൻറ്ററിലെത്തി. സോ ദർ ഈസ് നോ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഇൻ ഫോട്ടോസിസ്റ്റം 1. Now there is a deficient electron in P680 or photosystem 2. This should be compensated. ഇത് കോമ്പൻസേറ്റ് ചെയ്യുന്നത് by photolysis of water. എന്താണ് photolysis of water? It is the breaking down of water in the presence of light. Lysis means breakdown. Photolysis, ലൈറ്റിൻ്റെ പ്രസൻസിൽ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അവിടെ കാണിച്ചിരിക്കുന്നു അല്ലേ? വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് H2O സ്പ്ലിറ്റ്സ് ഇൻറ്റു 2E- plus 2H plus and O. അത് 2H2 ആണെങ്കിൽ നോക്കൂ, ഫോട്ടോസിസ്റ്റം 2H2 ആണെങ്കിൽ എങ്ങനെ നമുക്ക് എഴുതാം? 1 molecule of oxygen, 4H plus and 4E-. അപ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന ഇലക്ട്രോൺ ആണ് എങ്ങോട്ട് പോകുന്നത്? PS2-ൻ്റെ റിയാക്ഷൻ സെൻറ്ററിലോട്ട് പോകും. അങ്ങനെ PS2-ൻ്റെ റിയാക്ഷൻ സെൻറ്ററിൽ നിന്നും നഷ്ടപ്പെട്ട ഇലക്ട്രോണിനെ എന്ത് ചെയ്തു? കോമ്പൻസേറ്റ് ചെയ്തു. The electrons that are removed by photosystem 2 must be replaced. This is achieved by photolysis of water. എന്താണ് photolysis of water എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് H+ഉം ഓക്സിജനും ഇലക്ട്രോൺസുമായിട്ട് മാറി. ആ ഇലക്ട്രോൺസ് ഫോട്ടോസിസ്റ്റം 2-ൽ നിന്നും നഷ്ടപ്പെട്ട ഇലക്ട്രോൺസിന് പകരം റീപ്ലേസ് ചെയ്തു. ഓക്സിജൻ, ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ വഴി കിട്ടിയ ഓക്സിജൻ, ദാറ്റ് ഈസ് ദി ബൈ പ്രോഡക്റ്റ് ഇൻ ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് സമയത്ത് കിട്ടുന്ന ഓക്സിജൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടുന്നതാണ്? ബൈ ദി ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ. മനസ്സിലായോ? അപ്പോൾ ഈ ലൈറ്റ് റിയാക്ഷനിൽ നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, ലൈറ്റ് റിയാക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ലൈറ്റ് അബ്സോർപ്ഷൻ നടന്നില്ലേ? ആരൊക്കെയാണ് ഇവിടെ ലൈറ്റ് അബ്സോർബ് ചെയ്തത്? ഫോട്ടോസിസ്റ്റം 1-ലെ പിഗ്മെൻറ്റ് മോളിക്യൂൾസും ഫോട്ടോസിസ്റ്റം 2-ലെ പിഗ്മെൻറ്റ് മോളിക്യൂൾസും. ലൈറ്റ് അബ്സോർപ്ഷൻ നടന്നു ഇവിടെ. പിന്നെ എന്ത് നടന്നു? വാട്ടർ സ്പ്ലിറ്റ് ചെയ്തു, ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ നടന്നു. പിന്നെ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഓക്സിജൻ റിലീസ് ചെയ്തു. അവസാനം എന്തുമുണ്ടായി? എനർജി റിച്ച് കോമ്പൗണ്ട്സ് ആയ ATPയും NADPHും ഉണ്ടായി. ഇതിന് നമ്മൾ ഇത്രയും പ്രോസസ്സിനെ, ഏതൊക്കെ പ്രോസസ്സുകളാണ്? ദ ഹോൾ സ്കീം ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ. എങ്ങനെയാണ് ആ ഹോൾ സ്കീം വരുന്നത്? സ്റ്റാർട്ടിങ് ഫ്രം PS2, ദ ഇലക്ട്രോൺ uphill, the electron goes to the electron acceptor. From the electron acceptor, the electron goes to the electron transport system. From the electron transport system, the electron goes to PS1. PS1-ൽ എങ്ങനെയാണ്? From PS1, the electron
goes to electron acceptor. From the electron acceptor, the electron finally used for the reduction of NADP to NADPH. This whole scheme of electron transfer is called Z scheme. എന്തുകൊണ്ടാണ് ഇതിനെ Z scheme എന്ന് പറയുന്നത്? നിങ്ങൾ നോക്കിക്കേ, ആ LHC ഫോട്ടോസിസ്റ്റം 2വിൻ്റെ LHCയിൽ നിന്നും ആ റെഡ് കളറിൽ ആരോ ഇട്ടേക്കുന്ന ആരോയുടെ ഷേപ്പ് നിങ്ങൾ നോക്കൂ. ഫോട്ടോസിസ്റ്റം 2വിൻ്റെ LHCയിൽ നിന്നും ഇലക്ട്രോൺ ആക്സെപ്റ്ററിലോട്ട് റെഡ് കളറിൽ ആരോ പോകുന്നു അല്ലേ. ആ ഇലക്ട്രോൺ ആക്സെപ്റ്ററിൽ നിന്നും ഫോട്ടോസിസ്റ്റം 1ൻ്റെ LHCയിലോട്ട് ഇനി ആരോ പോകുന്നു, റെഡ് കളറിൽ ആരോ. ഫോട്ടോസിസ്റ്റം 1ലെ LHCയിൽ നിന്നും ഇലക്ട്രോൺ ആക്സെപ്റ്ററിലോട്ട് റെഡ് കളറിൽ ആരോ പോകുന്നു. ആ ഷേപ്പ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് Z. So, this electron transport is called Z scheme. ഇതിനെയാണ് നമ്മൾ Z scheme of light reaction എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഈ Z scheme of light reactionൽ നമുക്ക് എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ലൈറ്റ് റിയാക്ഷൻ്റെ ഫലമായി കിട്ടിയത്? ATP and NADPH. The energy rich compounds ആയ ATPയും NADPHും നമുക്ക് കിട്ടുന്നു. അപ്പോൾ ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു എന്തൊക്കെയായിട്ട് മാറ്റി? എനർജി റിച്ച് കോമ്പൗണ്ട്സ് ആയ ATPയും NADPHുമായിട്ട് മാറ്റിക്കഴിഞ്ഞു. ലൈറ്റ് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ഒരു കാര്യം കൂടി പറയട്ടെ, ഇവിടെ ATP പ്രൊഡക്ഷനെ ഞാൻ എന്ത് പേരിട്ട് വിളിച്ചു? ഈ Z സ്കീമിൽ നടന്ന ATP പ്രൊഡക്ഷനെ ഞാൻ എന്ത് പറഞ്ഞു? ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ എന്ന് പേരിട്ട് വിളിച്ചു അല്ലേ. ഈ ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ എപ്പോഴാണ് ATP പ്രൊഡ്യൂസ് ചെയ്തത്? ഈ ATP പ്രൊഡക്ഷനെ ഞാൻ ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ എന്ന് പറഞ്ഞു അല്ലേ. ഈ ATP പ്രൊഡക്ഷനിൽ നോക്കൂ, PS2വിൽ നിന്നുള്ള ഇലക്ട്രോൺ ട്രാവൽ ചെയ്ത് PS1ലെത്തി അല്ലേ, P700ലെത്തി. എങ്ങനെയാണ് ഇലക്ട്രോൺ മൂവ് ചെയ്തത്? ഇലക്ട്രോൺ മൂവ്മെൻറ്റ് ഒക്കേഴ്സ് ഇൻ എ നോൺ സൈക്ലിക് മാനർ. PS2വിൽ നിന്നും പോയ ഇലക്ട്രോൺ എവിടെയാണ് എത്തിയത്? PS1ലാണ് എത്തിയത്. ഒരു നോൺ സൈക്ലിക് മാനറിൽ ഇലക്ട്രോൺ മൂവ് ചെയ്തപ്പോഴാണ് ഇവിടെ ഒരു ATP മോളിക്യൂൾ സിന്തസൈസ് ചെയ്തത്. ഈ ATP പ്രൊഡക്ഷനെ നമ്മൾ നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ എന്ന് പേരിട്ട് വിളിക്കും. എന്താണ് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ? ദ ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ പ്രോസസ് which results in the movement of electrons in a non-cyclic manner using the energy from excited electrons provided by photosystem 2. ഈ ATP ഉണ്ടാകാനുള്ള എനർജി പ്രൊവൈഡ് ചെയ്ത് കൊടുത്തത് ആരാണ്? എക്സൈറ്റഡ് ഇലക്ട്രോൺ അല്ലേ. ഫോട്ടോസിസ്റ്റം 2വിൽ നിന്നും എക്സൈറ്റ് ചെയ്ത ഇലക്ട്രോൺ ആണ് ATP ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്ത് കൊടുത്തത്. സോ ദിസ് ഫോട്ടോഫോസ്ഫോറിലേഷൻ, ദിസ് പ്രോസസ് ഓഫ് ATP ഫോർമേഷൻ ഈസ് കോൾഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. എന്താണ്? The photosphorylation process which results in the movement of electrons in a non-cyclic manner using the energy from the excited electrons provided by photosystem 2 is called non-cyclic photophosphorylation. അപ്പോൾ Z scheme of light reactionനെ നമുക്ക് എന്തും പറയാം? non-cyclic photophosphorylation എന്നും പറയാവുന്നതാണ്. ഇനി ഈ ഡയഗ്രാം നിങ്ങളൊന്ന് നോക്കൂ. ഹയർ പ്ലാന്റ്സിലൊക്കെ ലൈറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഓർ Z സ്കീം ഓഫ് ലൈറ്റ് റിയാക്ഷൻ ആണ് ഹയർ പ്ലാന്റ്സിലൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എനർജി റിച്ച് കോമ്പൗണ്ട്സ് ആയ ATPയും NADPHും ഓക്സിജൻ ബൈ പ്രോഡക്റ്റായിട്ട് റിലീസ് ചെയ്യുകയും ചെയ്യും. എന്നാൽ ചില പ്രൊക്കാരിയോട്സിൽ, ചില ബാക്ടീരിയകളിലൊക്കെ only photosystem 1 become functional. photosystem 1 മാത്രമേ ഫങ്ഷൻ ചെയ്യുന്നുള്ളൂ. അതായത് ഇവിടെ ലൈറ്റ് അബ്സോർപ്ഷൻ നടക്കുന്നത് സ്ട്രോമ തൈലക്കോയിഡിലാണ്. ഗ്രാന തൈലക്കോയിഡിൻ്റെ തൈലക്കോയിഡ് മെംബ്രെയിനിൽ 2 ഫോട്ടോസിസ്റ്റവും കാണാം. അത് രണ്ടും ഒരുമിച്ച് ഫങ്ഷൻ ചെയ്യും.
അപ്പോഴാണ് നമ്മൾ ഈ സെഡ് സ്കീം ഓഫ് ലൈറ്റ് റിയാക്ഷൻ ഓർ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. എന്നാൽ ചില പ്രോക്യാരിയോട്സിൽ, ചില ബാക്ടീരിയകളിലൊക്കെ സ്ട്രോമ ലാമെല്ലയിൽ ദർ ഈസ് ഓൺലി ഫോട്ടോസിസ്റ്റം 1, ഫോട്ടോസിസ്റ്റം 2 ഇല്ല. അവിടെ ലൈറ്റ് വന്ന് ഫോട്ടോസിസ്റ്റം 1ൻ്റെ LSCയിൽ വീഴുമ്പോൾ P700, the reaction center become excited and emit electron, അല്ലേ? അങ്ങനെയല്ലേ കാണിച്ചേക്കുന്നത് ഈ ചിത്രത്തിൽ. ആൻഡ് ദി എമിറ്റഡ് ഇലക്ട്രോൺ ഈസ് അക്സെപ്റ്റഡ് ബൈ ആൻ ഇലക്ട്രോൺ അക്സെപ്റ്റർ. ഈ ഇലക്ട്രോൺ അക്സെപ്റ്ററിൽ നിന്ന് നോക്കൂ, ദ ഇലക്ട്രോൺ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ദ ഇലക്ട്രോൺ റിട്ടേൺസ് ബാക്ക് ടു ദ റിയാക്ഷൻ സെൻറ്റർ ത്രൂ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, അല്ലേ? ഇലക്ട്രോൺ അക്സെപ്റ്ററിൽ നിന്നും ഇലക്ട്രോൺ നേരെ എങ്ങോട്ട് പോകുന്നു? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലോട്ട് പോകുന്നു. ഫ്രം ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ദ ഇലക്ട്രോൺ റിട്ടേൺസ്, തിരികെ എത്തുന്നു. എവിടെ തന്നെ എത്തുന്നു? P700 ഓഫ് ദി ഫോട്ടോസിസ്റ്റം 1. അപ്പോൾ P700ൽ നിന്നും എമിറ്റ് ചെയ്ത ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴി തിരികെ P700ലോട്ട് തന്നെ തിരിച്ചെത്തുന്നു. ഇവിടെയും by using the energy, 1 molecule of ATP is produced. ATP ഉണ്ടാകുന്നു. ഈ ATP പ്രൊഡക്ഷനെയും നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് വിളിച്ചൂടെ? കാരണം ലൈറ്റിൻ്റെ പ്രസൻസിലാണല്ലോ ATP ഫോർമേഷൻ നടക്കുന്നത്. സോ ദ ATP ഫോർമേഷൻ ഈസ് കോൾഡ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. പക്ഷേ ഈ ഫോട്ടോഫോസ്ഫോറിലേഷൻ ഒരു പ്രത്യേകതയുണ്ട്. എപ്പോഴാണ് ഈ ഫോട്ടോഫോസ്ഫോറിലേഷൻ നടന്നത്? ദിസ് ഫോട്ടോഫോസ്ഫോറിലേഷൻ occurs by the movement of electrons in a cyclic manner. ഇലക്ട്രോൺ ഒരു സൈക്ലിക് മാനറിൽ മൂവ് ചെയ്തപ്പോഴാണ് 1 ATP പ്രൊഡ്യൂസ് ചെയ്തത്. സോ ദിസ് ATP പ്രൊഡക്ഷൻ ഈസ് കോൾഡ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ there are 2 types of photosphorylation, cyclic photosphorylation and non-cyclic photosphorylation. മനസ്സിലായല്ലോ? വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ? അങ്ങനെയാണെങ്കിൽ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ്റെയും കമ്പാരിസൺ നമുക്ക് എങ്ങനെ പറയാം? എന്തൊക്കെയാണ് അവ തമ്മിലുള്ള ഡിഫറൻസ്? ATP synthesis is explained by chemiosmotic hypothesis. This hypothesis was proposed by Peter Mitchell. This ATP synthesis was proposed by Peter Mitchell. ATP synthesis is linked to the development of proton gradient across the thylakoid membrane. നോക്കൂ, ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചറാണ് കാണിച്ചേക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയതാണ്. അതിൽ തൈലക്കോയിഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. തൈലക്കോയിഡ് ഈസ് എ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ. ഞാൻ ഈ തൈലക്കോയിഡാണ് ഈ പിക്ചറിൽ കാണിച്ചേക്കുന്നത്. തൈലക്കോയിഡിൻ്റെ ഇന്നർ പാർട്ടിനെ ലൂമൻ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൂമന് ചുറ്റും മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള തൈലക്കോയിഡാണ് കാണിച്ചേക്കുന്നത്. ഒരു തൈലക്കോയിഡ് നോക്കൂ. ഈ തൈലക്കോയിഡിൻ്റെ ലൂമനകത്ത് പ്രോട്ടോൺ അക്യൂമുലേഷൻ ഇൻസൈഡ് ദ ലൂമൻ ഈസ് ഹയർ ദാൻ ഔട്ട്സൈഡ്. തൈലക്കോയിഡിൻ്റെ ലൂമനകത്ത് പ്രോട്ടോണിൻ്റെ അക്യൂമുലേഷൻ, H+ൻ്റെ അക്യൂമുലേഷൻ സ്ട്രോമയേക്കാൾ കൂടുതലാണ്. ഇങ്ങനെയാണല്ലോ കാണിച്ചേക്കുന്നത്. എന്തുകൊണ്ടാണ് തൈലക്കോയിഡിൻ്റെ ലൂമനകത്ത് പ്രോട്ടോണിൻ്റെ ഈ അക്യൂമുലേഷന് കാരണം? വാട്ട് ആർ ദ കോസസ് ഓഫ് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഇൻ തൈലക്കോയിഡ്? ദർ ആർ 3 reasons for the accumulation of H+ ions or protons within the lumen of the thylakoid. എന്താന്ന് നമുക്ക് നോക്കൂ. ഫസ്റ്റ് പോയിന്റ്, സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. ഇസഡ് സ്കീമിൽ പറഞ്ഞതാണ് ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ നടക്കുമല്ലേ. ദ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ മോളിക്യൂൾ ടേക്സ് പ്ലേസ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദി തൈലക്കോയിഡ് മെംബ്രെയിൻ.
വാട്ടർ സ്പ്ലിറ്റിങ്ങിന് സഹായിക്കുന്ന കോംപ്ലക്സ് തൈലക്കോയിഡ് മെംബ്രെയിനിൻ്റെ ഇന്നർ മെംബ്രെയിനുമായി അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ എവിടെ നടക്കും? തൈലക്കോയിഡിൻ്റെ ലൂമനകത്ത് നടക്കും. ലൂമനകത്ത് വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജൻ ഉണ്ടാകുന്നു, H+ അയോൺസ് ഉണ്ടാകുന്നു, ഇലക്ട്രോൺസ് ഉണ്ടാകുന്നു. അപ്പോൾ വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് കൊണ്ട് ദ പ്രോട്ടോൺസ് ഓർ ഹൈഡ്രജൻ അയോൺസ് ആർ അക്യൂമുലേറ്റ് വിത്തിൻ ദി ലൂമൻ ഓഫ് ദി തൈലക്കോയിഡ്. അപ്പോൾ തൈലക്കോയിഡിൻ്റെ ലൂമനകത്ത് H+ൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനുള്ള ഒരു കാരണം എന്താണ്? സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. ഫോട്ടോളിസിസ് ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ ലൂമൻ. അതാണ് ഒരു കാരണം, പ്രോട്ടോൺ ഗ്രേഡിയൻറ്റിന് ഒരു കാരണം. രണ്ടാമത്തെ കാരണം നമ്മൾ പറഞ്ഞു, ഇലക്ട്രോൺ ഫോട്ടോസിസ്റ്റം 1-ൽ നിന്നും എക്സൈറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിനെ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യും അല്ലേ? ഈ ഇലക്ട്രോൺ അക്സെപ്റ്ററിൽ നിന്ന് ഇലക്ട്രോൺ പോകുന്നത് എങ്ങോട്ടാണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴി ഫോട്ടോസിസ്റ്റം 1-ലോട്ടാണ് പോകുന്നത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റർ ഇലക്ട്രോൺ അക്സെപ്റ്ററിൽ നിന്നും അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺ അക്സെപ്റ്റർ മോളിക്യൂൾ അലോങ് വിത്ത് ദ ഇലക്ട്രോൺ ഇറ്റ് അക്സെപ്റ്റ്സ് H+ ഫ്രം ദ സ്ട്രോമ. സ്ട്രോമയിൽ നിന്ന് ഇത് H+നെയും കൂടി അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ ഒരു പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്ററിൽ നിന്നും വരുന്ന ഇലക്ട്രോണിനെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ ഒരു കാരിയർ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇറ്റ് അക്സെപ്റ്റ്സ് H+ ഫ്രം ദ സ്ട്രോമ. സ്ട്രോമയിൽ നിന്നും അത് H+നെയും കൂടി അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അത് ഇലക്ട്രോൺ കാരിയർ മാത്രമാണോ? അല്ല, അത് ഒരു ഹൈഡ്രജൻ H+ കാരിയർ കൂടിയാണ്. എന്നാൽ ഈ അക്സെപ്റ്റ് ചെയ്ത H+ഉം ഇലക്ട്രോണിനെയും ഇതിന് തൊട്ടടുത്ത ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ തൊട്ടടുത്ത കാരിയർ മോളിക്യൂളിന് H+ന് കൊടുക്കാൻ പറ്റില്ല. ഇറ്റ് ഓൺലി ഗീവ്സ് ദ ഇലക്ട്രോൺ ടു ദ നെക്സ്റ്റ് ഇലക്ട്രോൺ കാരിയർ. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ 1-2 ഇലക്ട്രോൺ കാരിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു ഇലക്ട്രോൺ കാരിയർ ഇലക്ട്രോണിനോടൊപ്പം H+നെയും കൂടി സ്ട്രോമയിൽ നിന്നും അക്സെപ്റ്റ് ചെയ്തിട്ട് തൊട്ടടുത്ത ഇലക്ട്രോൺ കാരിയറിലോട്ട് ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ഓൺലി ഇലക്ട്രോൺ. ഇതെന്ത് ചെയ്യുന്നില്ല? സ്ട്രോമയിൽ നിന്നും അക്സെപ്റ്റ് ചെയ്ത H+നെ തൊട്ടടുത്ത ഇലക്ട്രോൺ കാരിയറിന് കൊടുക്കുന്നില്ല. അപ്പോൾ ആ H+ എന്ത് ചെയ്യും? ദ H+ is transported through the membrane into the lumen. ഈ H+നെ ലൂമനിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഫോട്ടോ സിസ്റ്റത്തിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴി ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ കാരിയർ എന്ത് ചെയ്യുന്നു? ലൂമനകത്തോട്ട് സ്ട്രോമയിൽ നിന്നും H+നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഫോട്ടോ സിസ്റ്റം 1-ൽ ഇലക്ട്രോൺ NADP ിലോട്ട് പോകുമല്ലോ. NADPയിൽ ഇലക്ട്രോൺ എത്തുമ്പോൾ NADPയെ NADPH ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ NADP റിഡക്റ്റേഴ്സ് എൻസൈം എന്തിനെ അബ്സോർബ് ചെയ്യുന്നു? സ്ട്രോമയിൽ നിന്ന് പ്രോട്ടോൺ എടുക്കുന്നു. H+ഉം കൂടി വന്നാലേ NADP എന്തായിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ? NADPH ആയിട്ട് മാറുള്ളൂ. അപ്പോൾ സ്ട്രോമയിൽ നിന്നും H+ എടുത്തിട്ടാണ് NADP റിഡക്റ്റേഴ്സ് NADPയെ NADPH ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ ദ പ്രോട്ടോൺ റിമൂവ്ഡ് ഫ്രം ദ സ്ട്രോമയിൽ നിന്നും പ്രോട്ടോൺ നഷ്ടപ്പെടുന്നു. ദെയർ ഒക്കേഴ്സ് ഡിക്രീസ് ഇൻ പ്രോട്ടോൺ ഇൻ സ്ട്രോമ. സ്ട്രോമയിൽ പ്രോട്ടോൺ ഡിക്രീസ് ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? ലൂമനകത്ത് കൂടുതലാണ്. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ട് പ്രോട്ടോൺ അക്യൂമുലേഷൻ ഒക്കേഴ്സ് ഇൻസൈഡ് ദ ലൂമൻ ഓഫ് ദ തൈലക്കോയിഡ്. ഈ പിക്ചർ നോക്കിക്കേ, 1 അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ കോസസ് അക്യൂമുലേഷൻ ഓഫ് H+ അയോൺ ഇൻ ദ ലൂമൻ. രണ്ടാമത്തെ എന്താണ്? ഫോട്ടോസിസ്റ്റം 2-ൽ നിന്നും ഫോട്ടോസിസ്റ്റം 1-ലോട്ട് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ H+ അയോൺസ് ആർ ട്രാൻസ്പോർട്ടഡ് ഫ്രം ദ സ്ട്രോമ ടു ദി ലൂമൻ. മൂന്നാമത്തെ കാരണം എന്താണ്? NADPയിൽ നിന്നും NADPH ഉണ്ടാകുന്ന സമയത്ത് സ്ട്രോമയിൽ നിന്നും ഇലക്ട്രോൺ എടുക്കുന്നത് കൊണ്ട് there occurs reduction in H+ അയോൺസ് ഇൻ ദി സ്ട്രോമ. അങ്ങനെ ലൂമനകത്ത് there occurs accumulation more number of H+ അയോൺ compared to the stroma. ഇതിനെയാണ് നമ്മൾ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ്
ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഒരിടത്ത് കൂടുതലും മറ്റൊരിടത്ത് കുറവും. ലൂമനകത്ത് H+ൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലും, ഔട്ട്സൈഡ് അതായത് സ്ട്രോമയിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ കുറവും. Why this proton gradient is so important? എന്തുകൊണ്ടാണ് ഈ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആകാൻ കാരണം? ഈ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഷുഡ് ബി ബ്രോക്കൺ ഡൗൺ. ഈ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ബ്രേക്ക് ചെയ്യണം അക്രോസ് ദ മെംബ്രെയിൻ, അല്ലേ? അതായത് ഓസ്മോസിസ് നമുക്ക് അറിയാം എന്ത് ചെയ്യണം, ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യണം, അല്ലേ? അപ്പം സ്വാഭാവികമായും ഈ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പ്രോട്ടോൺ അക്യൂമുലേഷൻ കൂടിയിടത്ത് നിന്ന് കുറഞ്ഞിടത്തോട്ട് H+ അയോൺസ് മൂവ് ചെയ്യണം, അല്ലേ? അതായത് ലൂമനിൽ നിന്നും സ്ട്രോമയിലോട്ട് എന്ത് ചെയ്യണം? അവിടെ എന്ത് നടക്കണം? പ്രോട്ടോൺ ഫ്ലോ നടക്കണം. ഈ പ്രോട്ടോൺ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് it is through F0 F1 പാർട്ടിക്കിൾ. തൈലക്കോയിഡ് മെംബ്രെയിനിൽ F0 F1 പാർട്ടിക്കിൾസ് ഉണ്ട്. അവിടെ മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ F0 F1 പാർട്ടിക്കിൾസ്? ഈ F0 F1 പാർട്ടിക്കിൾസിന് 2 പാർട്സ് ആണുള്ളത്. അതിൻ്റെ F0 പാർട്ടിക്കിൾ തൈലക്കോയിഡ് മെംബ്രെയിനിൽ എംബഡ് ചെയ്ത് കാണും. അതിൻ്റെ F1 പാർട്ടിക്കിള് സ്ട്രോമയുടെ ഭാഗത്തോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ 2 പാർട്ടുള്ള ഒരു പാർട്ടിക്കിളാണ് F0 F1 പാർട്ടിക്കിൾ. ഇതിൻ്റെ F0 പാർട്ട് ഇറ്റ് ആക്ട് ആസ് എ ട്രാൻസ് മെംബ്രെയിൻ ചാനൽ. അതായത് H+ അയോണിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്ന ചാനലായിട്ട് ആക്ട് ചെയ്യും F0 പാർട്ടിക്കിൾ. അപ്പോൾ H+ മൂവ്മെൻറ്റ് അല്ലെ H+ൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത് F0യിൽ കൂടിയാണ്. F0യിൽ കൂടി H+ൻ്റെ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ഇറ്റ് കോസസ് എ കൺഫോർമേഷണൽ ചേഞ്ച് ഇൻ ദി F1 പാർട്ടിക്കിൾ. ദാറ്റ് മീൻസ് ATP synthase enzyme is located in F1. ATP synthase enzyme activate ചെയ്യും and H+ൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് ATP സിന്തേസ് എൻസൈം ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇറ്റ് കോസസ് ദ അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ് വിത്ത് ADP ടു പ്രൊഡ്യൂസ് ATP. So here the ATP synthesis is through chemiosmosis. H+ അയോൺസിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് ഓസ്മോസിസ് അല്ലേ, ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലോട്ട് H+ മൂവ് ചെയ്യുന്നത് കൊണ്ടല്ലേ ATP ഉണ്ടായത്. സോ ദിസ് ATP synthesis is called എന്താണ്? Chemiosmosis. Chemiosmosis or ATP synthesis. അപ്പോൾ കെമിയോസ്മോസിസിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? തൈലക്കോയിഡ് മെംബ്രെയിൻ വേണം, അല്ലേ? പ്രോട്ടോൺ പമ്പ് ഉണ്ടായിരിക്കണം. അതായത് ലൂമനിൽ നിന്നും സ്ട്രോമയിലോട്ട് പ്രോട്ടോൺ എന്ത് ചെയ്യണം? പമ്പ് ചെയ്യണം. പ്രോട്ടോൺ പമ്പ് ഉണ്ടായിരിക്കണം. ഈ പ്രോട്ടോൺ പമ്പ് നടക്കണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഉണ്ടായിരിക്കണം. അപ്പം പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഉണ്ടായിരിക്കണം, തൈലക്കോയിഡ് മെംബ്രെയിൻ ഉണ്ടായിരിക്കണം, പ്രോട്ടോൺ പമ്പ് ഉണ്ടായിരിക്കണം. അറ്റ് ലാസ്റ്റ് എന്തും ഉണ്ടായിരിക്കണം? ATP സിന്തേസ് എൻസൈമും ഉണ്ടായിരിക്കണം. സോ ലൈറ്റ് റിയാക്ഷൻ എന്ന ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഇറ്റ് ഈസ് എ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിയാക്ഷൻ. ലൈറ്റിൻ്റെ പ്രസൻസിൽ മാത്രമേ ലൈറ്റ് റിയാക്ഷൻ നടക്കുകയുള്ളൂ. ലൈറ്റ് റിയാക്ഷൻ്റെ ലൈറ്റ് അബ്സോർപ്ഷൻ നടന്നു, വാട്ടർ സ്പ്ലിറ്റിംഗ് നടന്നു, ഓക്സിജൻ റിലീസ് ചെയ്തു, ഹൈ എനർജി കോമ്പൗണ്ടുകളായ ATPയും NADPHും ഉണ്ടായി, അല്ലേ? അപ്പോൾ നമുക്ക് ഫോട്ടോസിന്തസിസിൽ നമുക്ക് കിട്ടേണ്ട ഒരു ബൈ പ്രോഡക്റ്റ് ഓക്സിജൻ നമുക്ക് കിട്ടുകയും ചെയ്തു. ഇനി നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായി നമുക്ക് ഇനി എന്തും കൂടി വേണം? ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് യൂട്ടിലൈസ് ചെയ്തോ? ഇല്ല. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ATPയുടെയും NADPHൻ്റെയും സഹായത്തിൽ എങ്ങനെയാണ് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത് എന്നതാണ് ഫോട്ടോസിന്തസിസിൻ്റെ 2ാം ഘട്ടം. ആ 2ാം ഘട്ടം എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.